നമസ്കാരം. ചരിത്രപ്രേമികളെയും പുരാവസ്തു ഗവേഷകരെയും ഒരേപോലെ ആവേശത്തിൽ അഴ്ത്തിക്കൊണ്ട് 2000-ലധികം വർഷം പഴക്കമുള്ള രണ്ട് അത്യപൂർവ നാണയങ്ങൾ ഇസ്രായേലിലേക്ക് തിരികെ എത്തിച്ചു. വൻ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുടെ കൈകളിൽ നിന്നും അതീവ സുരക്ഷിതമായാണ് ഈ നാണയങ്ങൾ മാതൃരാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ശക്തമായ നിയമപാലന പ്രവർത്തനത്തെ തുടർന്നാണ് ചരിത്ര നേട്ടം സാധ്യമായത്. തിരികെ എത്തിച്ച നാണയങ്ങൾ ഇസ്രായേലിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. US സുരക്ഷാ ഏജൻസികളുമായി കൈകോർത്ത് നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ നാണയങ്ങൾ തിരികെ ലഭിച്ച വിവരം അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ലഭ്യമായ നാണയങ്ങളിൽ ഒന്നാമത്തേത് ചരിത്രപരമായ വലിയ സവിശേഷതകൾ നിറഞ്ഞതാണ്. യഹൂദ മതവിശ്വാസ പ്രകാരം ഏറ്റവും പവിത്രമായി കരുതുന്ന 7 ശാഖകളുള്ള വിളക്കായ മെനോറയുടെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ചിത്രീകരണം രേഖപ്പെടുത്തിയ നാണയമാണിത്. വൻ ചരിത്രമൂല്യമുള്ള ഈ ചിത്രീകരണം നാണയത്തെ കൂടുതൽ അപൂർവമാക്കുന്നു. മെനോറയുടെ ചിത്രീകരണത്തിന് പുറമെ ജെറുസലേമിലെ 1ഉം 2ഉം വിശുദ്ധ ദേവാലയങ്ങളിൽ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാഴ്ചയപ്പം വയ്ക്കുന്ന മേശയുടെ ചിത്രവും ഈ നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ജെറുസലേമിലെ 2ാം ദേവാലയം നിലനിന്നിരുന്ന പൊതുവർഷം 1ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് വെങ്കലത്തിൽ ഈ നാണയം നിർമ്മിച്ചിരിക്കുന്നത്. തിരികെ ലഭിച്ച രണ്ടാമത്തെ നാണയം 2500 വർഷം പഴക്കമുള്ള ഒരു അത്യപൂർവ വെള്ളി നാണയമാണ്. പുരാതന കാലത്തെ പ്രമുഖ തീരദേശ നഗരമായ അഷ്കലോണിലാണ് ഈ നാണയം നിർമ്മിച്ചതെന്നും ഗവേഷകർ കരുതുന്നു. ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ നാണയം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതെന്നത് ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. IAA നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിലെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ നിന്നും പുരാവസ്തു കള്ളക്കടത്തുകാർ അനധികൃതമായി ഖനനം ചെയ്ത് വിദേശത്തേക്ക് കടത്തിയതായിരുന്നു ഈ രണ്ട് നാണയങ്ങളും. അമേരിക്കയിലെ പ്രമുഖ ലേലചന്തകളിൽ കോടികൾക്ക് വിൽക്കാൻ വെച്ചിരുന്ന സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ഈ നാണയങ്ങൾ കണ്ടെത്തിയത്. IAAയുടെ മോഷണ പ്രതിരോധ വിഭാഗം, മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിലെ ആന്റിക്വിറ്റീസ് ട്രാഫിക്കിംഗ് യൂണിറ്റ്, US ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവർ ചേർന്ന് നടത്തിയ അതീവ രഹസ്യവും കൃത്യവുമായ സംയുക്ത റെയ്ഡിലാണ് ഈ നാണയങ്ങൾ പിടിച്ചെടുത്തത്. തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഈ പുരാവസ്തുക്കൾ ഇസ്രായേലിന് കൈമാറി. പുരാതന ഹസ്മോണിയൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മത്തഥിയാസ് ആന്റിഗോണസിന്റെ കാലത്തുള്ളതാണ് മെനോറ ചിത്രീകരിച്ച വെങ്കല നാണയം. താൻ വെറുമൊരു ഭരണാധികാരി മാത്രമല്ല, മറിച്ച് യഹൂദ ജനതയുടെ വലിയ മഹാപുരോഹിതൻ കൂടിയാണെന്ന രാഷ്ട്രീയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ഈ നാണയങ്ങൾ ഉപയോഗിച്ചതെന്ന് IAA നാണയ വിഭാഗം മേധാവി റോബർട്ട് കൂൾ വ്യക്തമാക്കുന്നു. അക്കാലത്ത് ആശയവിനിമയത്തിലുള്ള മാധ്യമങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഒരു ഭരണാധികാരിക്ക് തന്റെ പ്രത്യയശാസ്ത്രവും പരമാധികാരവും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നാണയങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം പോലെയായിരുന്നു പുരാതന കാലത്ത് നാണയങ്ങൾ പ്രവർത്തിച്ചതെന്നും റോബർട്ട് കൂൾ രസകരമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. തിരികെ ലഭിച്ച രണ്ടാമത്തെ വെള്ളി നാണയത്തിൽ ഗ്രീക്ക് ദേവതയായ അഥീനയുടെയും ചിറക് വിരിച്ചു നിൽക്കുന്ന മൂങ്ങയുടെയും ചിത്രങ്ങൾക്കൊപ്പം എഷ്കലോൺ നഗരത്തെ സൂചിപ്പിക്കുന്ന ഫിനീഷ്യൻ ലിപിയിലെ ആലഫ്, നൂൻ എന്നീ അക്ഷരങ്ങളുമുണ്ട്. പുരാവസ്തുക്കളെയും നിയമവിരുദ്ധ വ്യാപാരവും രാജ്യങ്ങളുടെ സംസ്കാരത്തെയാണ് നശിപ്പിക്കുന്നതെന്നും അന്താരാഷ്ട്ര പൈതൃക മോഷണങ്ങൾ തടയാൻ ഇസ്രായേൽ US സഹകരണം ലോകത്തെ മികച്ച മാതൃകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു.